നമസ്കാരം. മറ്റൊരു മലയാള മാസം കൂടി ഇന്ന് സൂര്യോദയത്തോടെ ആഗതമായി കഴിഞ്ഞു. വരുന്ന മാസം ഏപ്രിൽ 13 വരെ ചില നക്ഷത്രക്കാർക്ക് രാജയോഗ ഫലങ്ങളാണ് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത്. ഇന്നു മുതൽ തുടങ്ങിയ ഈ രാജയോഗ ഗുണങ്ങൾ വരുന്ന ഏപ്രിൽ 13 വരെ 7 നക്ഷത്രക്കാർക്ക് നിലനിൽക്കുന്നതാണ്. ധനപരമായി വലിയൊരു വ്യതിയാനം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെയും മാറുമെന്ന് സാരം. വളരെ വലിയൊരു മാറ്റം ധനപരമായി ഇപ്പോൾ നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഇന്നു മുതൽ വരുന്ന ഏപ്രിൽ 13 നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ ലഭിക്കുന്നതാണ്. കർമ്മനേട്ടം ലഭിക്കും, രോഗങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നതാണ്, ഐശ്വര്യം വർദ്ധിക്കുന്നതാണ്. ഐശ്വര്യം നിങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി ബാക്കിയുള്ള പ്രശ്നങ്ങൾക്കൊക്കെയും ഒരു പരിഹാരമാവുകയാണ്. ഇന്ന് സൂര്യോദയത്തോടെ അങ്ങനെ ഒരു പരിഹാര സമയം നിങ്ങളിലേക്ക് ആഗതമായി കഴിഞ്ഞു. ശത്രുക്കൾക്ക് നാശമുണ്ടാകും. നിങ്ങളെ പ്രത്യക്ഷമായും പരോക്ഷമായും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ശത്രുത മനോഭാവത്തോടു കൂടി പ്രവർത്തിച്ച ആളുകൾക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള ശത്രുത അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ, ഇത് സാമ്പത്തിക പ്രശ്നത്തിനെ നമുക്ക് ശത്രുവായിട്ട് തന്നെ കണക്കാക്കാം ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്നോണമാണ് ഇന്നു മുതൽ വരുന്ന ഏപ്രിൽ 13 വരെയുള്ള സമയം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇഷ്ട ഭക്ഷണ ലബ്ധി, അന്നപാനാദി സുഖം, നേട്ടം, ഭാഗ്യ തടസ്സ നീക്കം. നിങ്ങളുടെ ഭാഗ്യത്തിന് തടസ്സം നിന്നിരുന്ന എന്ത് കാര്യങ്ങളുണ്ടോ അതൊക്കെയും നീങ്ങുന്നതാണ്. വിവാഹം നടക്കുന്നതാണ്, നടക്കാതെ ഇരുന്ന ആളുകൾക്ക് വിവാഹം നടക്കുന്നതാണ്. ദാമ്പത്യ സുഖമുണ്ടാകുന്നത്, ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകുന്നതാണ്. മേന്മയുണ്ടാക്കുന്നതാണ്. ശോഭനമായ ഒരു ഭാവി കൂടി ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വരുന്ന ഒരു ഏപ്രിൽ 13 വരെ രാജകീയ ഗുണത്തോടുകൂടി ജീവിക്കുവാനുള്ള ഒരു യോഗം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 7 നക്ഷത്രക്കാരിലേക്കാണ് ഇന്നു മുതൽ വരുന്ന ഏപ്രിൽ 13 വരെ രാജയോഗ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത്. തടസ്സങ്ങൾ നീങ്ങി ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ്. എന്താണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, ആശിച്ചുകൊണ്ടിരുന്നത്, അതൊക്കെ നേടാൻ കഴിയാതെ പോയ പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നേടാൻ കഴിയും. നേട്ടമുണ്ട്. ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഇച്ഛാഗുണം, ഇച്ഛിച്ചതൊക്കെയും നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഭവിക്കുന്നതാണ്. അനുഭവയോഗ്യമായ പലവിധ ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ്. ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. തടസ്സങ്ങൾ മാറി ഭാഗ്യം എത്തണം. ഭാഗ്യമുണ്ട്, ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല. പക്ഷെ ചില തടസ്സങ്ങൾ നിമിത്തം നമ്മളിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ എത്തുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ, ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റമുണ്ടാകുകയാണ്. ഇന്നു മുതൽ ഭാഗ്യം ആരംഭിച്ച ആ 7 നക്ഷത്രക്കാരൊക്കെയാണ്, അവർക്ക് ഏതൊക്കെ വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഈ വരുന്ന ഏപ്രിൽ 13 വരെ അവരെ കാത്തിരിക്കുന്നത് എന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 7 നക്ഷത്രക്കാരും ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. 7 വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളതിൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക. പക്ഷേ ദർശനം മുടക്കാതിരിക്കുക. അപ്പോൾ 7 ആഴ്ചകൾ അടുപ്പിച്ച് ഇടയ്ക്കൊന്ന് മുടക്കം വന്നാൽ പോലും സാരമില്ല. 7 ആഴ്ചകൾ അത് പൂർത്തിയാക്കിയാൽ മതിയാകും. ഒരു ദിവസം മുടങ്ങിയാലും അടുത്ത വ്യാഴാഴ്ച വീണ്ടും നിങ്ങൾക്കത് തുടരാം. 7 വ്യാഴാഴ്ചകളിൽ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകൾ നടത്താം. അത് നിങ്ങൾക്ക് നടത്താതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ ക്ഷേത്ര ദർശനം അത് മറക്കണ്ട. നല്ല രീതിയിലുള്ള ഉത്തമമായ ശ്രേഷ്ഠകരമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ആ ഒരു ക്ഷേത്ര ദർശന പുണ്യമായി ലഭിക്കുന്നതായിരിക്കും. 7 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം നമുക്ക് നോക്കാം. ആദ്യത്തെ നക്ഷത്രം തന്നെ കാർത്തികയാണ്. ഗുണപ്രദമായ സമയമാണ് ആരംഭിച്ചിരിക്കുന്നത്. ആഗ്രഹങ്ങളൊക്കെ നടത്തപ്പെടുന്ന സമയമാണ്. പരീക്ഷ വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സമയം പരീക്ഷ എഴുതിയ ആളുകൾക്കൊക്കെയും വിജയം, അതായത് കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യമാണ്. വിജയം സുനിശ്ചിതമാണ്. വസ്തുഭാഗ്യം, അതായത് ലാഭത്തിൽ വാങ്ങാനോ ലാഭത്തിൽ വിൽക്കുവാനോ ഉള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ വസ്തു സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെയും മാറുന്നത്. അതായത് ഒരുപാട് നാളുകളായി ചില വസ്തുവിൻ്റെ കാര്യം പറഞ്ഞ് തർക്കം, കേസ്, വഴക്ക്, വക്കാണം അങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ വലയുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലെങ്കിൽ പൂർവ്വീയ സ്വത്ത്, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ സ്വത്ത് വീതം വെച്ചപ്പോൾ തങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാതിരിക്കുകയും അല്ലെങ്കിൽ കുറഞ്ഞു പോയി എന്നൊക്കെ പരാതിപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ളതായാലും, അല്ലെങ്കിൽ അതിർത്തി തർക്കമാകാം, അയൽക്കാരുമായുള്ള തർക്കമാകും, ഏത് വിധേനയുള്ള തർക്കവും ഇവിടെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഗുണാനുഭവങ്ങൾ വളരെയേറെ അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇന്നു മുതൽ ഏപ്രിൽ 13 വരെ. അപ്പോൾ ഈ ഒരു സമയം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വ്യാഴാഴ്ച ദിവസം ഒന്ന് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഫലങ്ങളും അനുഭവയോഗ്യമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ്. അനുകൂല സമയമാണ് നിങ്ങൾക്ക്.
ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ആത്മവിശ്വാസം എത്തിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവിടെ സാരം. വിജയം, തൊടുന്നതൊക്കെ നേട്ടം, ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടാകുന്ന ഇന്നു മുതൽ വരുന്ന ഏപ്രിൽ 13 വരെയുള്ള സമയം നിങ്ങൾ എന്തൊക്കെ തൊട്ടാലും എന്തൊക്കെ ചെയ്താലും അതൊക്കെ നേട്ടമായി നിങ്ങൾക്ക് ഭവിക്കുന്നതാണ്. സ്ഥാനമാനങ്ങൾ തേടിയെത്തുന്നതാണ്. ചില ആളുകളൊക്കെ ഉണ്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം ഉള്ള സ്ഥാനം നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. നഷ്ടപ്പെട്ടു പോയി നിങ്ങളുടെ തെറ്റുകൊണ്ടായിരിക്കില്ല, അപ്പോൾ തെറ്റ് തിരുത്തപ്പെട്ട അല്ലെങ്കിൽ തെറ്റ് നിങ്ങളുടെ ഭാഗത്തില്ല എന്ന് മനസ്സിലാക്കി നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങളൊക്കെ തിരികെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട്. കർമ്മമേഖല നേട്ടമുണ്ടാകുന്നുണ്ട്. സന്തോഷം, അംഗീകാര ലബ്ധി, പ്രശ്നങ്ങളൊക്കെയും അകലുന്ന ഒരു സമയമാണ് ഇന്നു മുതൽ വരുന്ന ഏപ്രിൽ 13 വരെ രോഹിണി നക്ഷത്രക്കാർക്ക് തുടങ്ങിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകേരമാണ്. സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന സമയം തുടങ്ങിയിരിക്കുന്നു. കടങ്ങൾ തീർപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയും. പ്രയാസങ്ങൾ അകലുന്നതാണ്. ജോലിയിൽ ഭാഗ്യം, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി ലബ്ധി, രാജകീയ ജീവിതം ഫലം, ആദരവുണ്ടാകുന്നതാണ്. ബഹുമാന്യത പിടിച്ചു പറ്റാനും ജോലി സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ആദരവ് ലഭിക്കാനൊക്കെയുള്ള ഭാഗ്യം ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. സാമ്പത്തിക നേട്ടമുള്ള സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നിങ്ങളാൽ തന്നെ സാധിക്കും. മൂന്നാമത്തെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ബുദ്ധി ഭഗവാൻ തരും എന്ന് തന്നെ സാരം. പ്രശ്നങ്ങൾ തീർപ്പാക്കുന്നതിലൂടെ തന്നെ മനസ്സമാധാനം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. കടം കൊടുക്കാനും അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് വാങ്ങിക്കാനും ഒന്നും നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. ഈ ഒരു സമയം പണത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ കരുതൽ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ധനം കിട്ടില്ല എന്ന് വിചാരിച്ച് ലോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാങ്ഷനായി കിട്ടാനുള്ളൊരു ഭാഗം, കാരണം ധനപരമായി ആ ഭാഗം ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി കിടക്കുകയാണ്. തടസ്സങ്ങളില്ല എന്ന് സാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിധത്തിൽ ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുന്ന സമയം കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ചിത്രയാണ് അടുത്ത നക്ഷത്രം. ഗുണാനുഭവ സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് ഗുണകരമായ മാറ്റം നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ്. അംഗീകാരം ഉണ്ടാകുന്നതാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ്. ഇനി ഒരു ഏപ്രിൽ 13 വരെയുള്ള സമയം ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കഴിഞ്ഞു. എവിടെ നോക്കിയാലും പ്രശ്നം, എന്ത് നോക്കിയാലും പ്രശ്നം, തലവേദന, ബുദ്ധിമുട്ടുകൾ, അലച്ചിലുകൾ, വലച്ചിലുകൾ, ദുരിതങ്ങൾ മാത്രം. അതിനൊക്കെയും ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക സ്ഥിതി വളരെ വലിയ ഉയർച്ച ഉണ്ടാകുന്നതാണ്. ജോലിയിൽ നേട്ടമുണ്ടാകുന്നതാണ്. ശമ്പള വർധനവ് അല്ലെങ്കിൽ കിട്ടാതെ ഇരിക്കുന്ന ശമ്പളമൊക്കെ ചിലപ്പോൾ ഒരുപാട് നാളെ ഈ ട്രാൻസ്പോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കറിയാം, അവർക്ക് ഒരുപാട് നാളെ ശമ്പളം കിട്ടാതെയൊക്കെ ഇരുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ശമ്പളം ഒക്കെ കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരുമിച്ച് കിട്ടാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാകുന്നതാണ്. വളരെയേറെ സാമ്പത്തിക ഉന്നതിയാണ് ഈ ഒരു ഏപ്രിൽ 13 വരെ, ഇന്നു മുതൽ ഏപ്രിൽ 13 വരെ നിങ്ങളെ കാത്തിരിക്കുന്നത്. ചോദ്യമാണ് അടുത്ത നക്ഷത്രം. നല്ല പല മാറ്റങ്ങളും നടക്കുന്ന സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. വിദേശ യോഗം, വിദേശത്തേക്കൊക്കെ പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഏജൻസിക്ക് പണം കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വിസയുടെ കാര്യങ്ങൾക്കായി തയ്യാറെടുത്തിരിക്കുന്ന ആളുകൾക്ക് ഈ ഏപ്രിൽ 13 തന്നെ പോകാനുള്ള ഭാഗ്യം ഉണ്ടാക്കുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. ധനം തിരികെ കിട്ടും. നഷ്ടപ്പെട്ടു പോയ ധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടം കൊടുത്തിട്ട് കിട്ടാത്തതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടതാകാം. ഏജൻറ്റിനൊക്കെ കൊടുത്തിട്ട് ജോലി കിട്ടാതെ വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന ധനമാകാം. എങ്ങനെയായാലും ഈ സമയം നിങ്ങളിലേക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ട ധനം തിരികെ കിട്ടാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. എന്ത് ശ്രമിച്ചാലും അതൊക്കെ വിജയത്തിലാകുന്നതാണ്. ആഗ്രഹങ്ങൾ നടക്കുന്നതാണ്. മാനസിക ആരോഗ്യം വർദ്ധിക്കുന്നതാണ്. ശാരീരികപരമായും ആരോഗ്യം വർദ്ധിക്കുന്നതാണ്. പല കാര്യങ്ങൾ തടസ്സപ്പെട്ടു പോയിട്ടുണ്ട്. പല ധനവും അനാവശ്യമായി ചിലവാക്കപ്പെട്ടും പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രയാസം ശരീരത്തിനും വന്നു കഴിഞ്ഞു, മനസ്സിനും വന്നു. കാരണം ധനം ഒരുപാട് പോയപ്പോൾ ഒന്നും കയ്യിലില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ആകെ മാനസികമായും തകർന്നു, ശാരീരികമായും തകർന്നു. ഇനി ഒന്നിനും വയ്യ എന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്. ആ അവസ്ഥയ്ക്ക് മാറ്റം തുടങ്ങിയിരിക്കുകയാണ്. 2025 നിങ്ങൾ ഡിസംബർ മാസത്തിനുള്ളിൽ വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഏവർക്കും ചോദ്യ നക്ഷത്രക്കാരായ ആളുകൾക്ക് വിദേശ ഭാഗ്യം അത് എഴുതി വച്ചിരിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുമെന്നത് സംശയമേ വേണ്ട. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. കഴിവിനനുസരിച്ച് ഉയരാൻ കഴിയുന്ന ഒരു സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. വിജയം തേടിയെത്തുന്നതാണ്. സന്തോഷം നിലനിൽക്കുന്നതാണ്. സ്വത്തുക്കൾ വന്നു ചേരുന്ന സമയമാണ്. ലോണൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ കിട്ടാതിരുന്നവർക്കൊക്കെ അത് ലഭിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റമുണ്ടാകുന്നതാണ്. നേട്ടങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പൂർവിക സ്വത്തൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ വരുന്ന ഏപ്രിൽ 13 വരെ, ഇന്നു മുതൽ വരുന്ന ഏപ്രിൽ 13 വരെ രാജകീയ ഗുണത്തോടു കൂടി ജീവിക്കാൻ യോഗം സിദ്ധിച്ച 7 നക്ഷത്രക്കാരാണ് ഇവരൊക്കെ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.